ഫെബി ബാടോ തണുപ്പ് തന്നെ ആയിരിക്കും. നിങ്ങക്ക് നാട്ടിൽ നിന്ന് ചുട്ടിട്ട് വയ്യ എങ്ങോട്ടെങ്കിലും പോവാന്നല്ലേ പറഞ്ഞോണ്ടിരുന്നത്? അല്ലേ, ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് ആ വില്ലേജ് കാണാൻ പോണം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്താണ്. ഇപ്പൊ 5 മണിയായി. 5 മണിയായിപ്പോ നമുക്ക് ജസ്റ്റ് എന്തായാലും അധികം സമയമൊന്നുമില്ല, എന്നാലും നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം. അവിടെ നമ്മൾ രാവിലെ ആ നേരം ശരിക്കും വെളുക്കാത്ത സമയത്ത് നമ്മൾ അതുവഴി ഇങ്ങോട്ട് പാസ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ശരിക്കൊന്ന് അവിടെ നിന്ന് ചുറ്റിയാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പോയാൽ സമയം ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും നടക്ക്, ഇനി സമയം കാണില്ല, നടക്ക്, എന്തായാലും പോയി നോക്കാം. ഇത് ഈ ഹൗസ് ഓണറുടെ വീടാണ് കേട്ടോ. ഈ വീട്ടിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. വീട് ഞാൻ ശരിക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു, അത് മറന്നുപോയി. ഇനി വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതൊക്കെ ആപ്പിൾ മരങ്ങളാണ് കേട്ടോ. ആപ്പിൾ മരങ്ങൾ ജസ്റ്റ് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്തൊക്കെ പൂവിട്ടത് കണ്ടു. അതുപോലെ ഇവിടെ ചെറിയൊരു സ്ഥലത്ത് ഒരു ഉള്ളിക്കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ മഞ്ഞ കാണുന്നതൊക്കെ കടുകാണ് കേട്ടോ. ഇങ്ങനെ പോകുമ്പോൾ കണ്ടോ, ഇവിടെ നിന്നൊക്കെ വ്യൂ നോക്കിയേ. നമ്മൾ ജസ്റ്റ് വന്ന സമയത്ത് കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് എനിക്ക് കാണിച്ചു തന്നിരുന്നില്ല വ്യൂ. കണ്ടോ, ഇതാണ്. ഇത് ആപ്പിൾ മരമല്ലേ? ഇതാ പൂത്ത് നിൽക്കുന്നുണ്ടല്ലോ, അത് ആപ്പിൾ മരമാണെന്ന് സംശയമുണ്ട്. ഇതാ ഈ വീടിൻ്റെ, നമ്മുടെ ഹൗസ് ഓണറിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഈ വഴിക്ക് താഴത്തേക്ക് ഇറങ്ങാം. ഇവിടെ നല്ലൊരു അടിപൊളി സൺസെറ്റ് വ്യൂ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. നമുക്കത് നോക്കി നോക്കാം. ഇപ്പോൾ നമുക്ക് എന്തായാലും ആ വില്ലേജ് ഒന്ന് കണ്ടുവരാം കേട്ടോ. ഇത് പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഈ കാണുന്ന അത്രയും വീടുകൾ തന്നെ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഈ താമസിക്കുന്ന ഈ 2-3 വീടും, അത്രയാണ് ആകെ ഈ വില്ലേജിലുള്ള വീടുകൾ കേട്ടോ. എന്ത് പറ്റി? ഏത് കുടിയെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരികയാണ്. അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ കേട്ടോ. അതായത് ഞാനും നമ്മുടെ സുഹൃത്തായിട്ടുള്ള ബിബ്രോയും കൂടി തുടങ്ങിയിട്ടുള്ള ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രാവൽ കമ്പനി നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ കേട്ടോ. ട്രിപ്പ് സോഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ടൂർ കമ്പനിയാണ് കേട്ടോ. ജനങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ടൂർ കമ്പനിയാണ് ട്രിപ്പ് സോഷ്യോ. ഞാനും ബിബ്രോയും സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്നത് മിക്കവാറും ഒക്കെ ഇങ്ങനെ വില്ലേജുകളിലൂടെയാണ്. അങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾ പലരും ചോദിക്കാറുണ്ട്, ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ പോകാനുള്ള അവസരം ഉണ്ടാക്കി തരുമെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്കും ഇനി ജനങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കി തരികയാണ് ഈ ട്രിപ്പ് സോഷ്യോയിലൂടെ. ഇതിപ്പോൾ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജാണ്. അപ്പോൾ ഭാവിയിൽ നമുക്ക് ഒരുപാട് പരിപാടികൾ ഇതുവഴി ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ കേരളത്തിൽ 5 ജില്ലകളിൽ നമ്മൾ ഓരോ ഡെസ്റ്റിനേഷനിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് പോയി താമസിക്കാം. ആ നാടിൻ്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ട് അവിടുത്തെ യൂണിക്കായിട്ടുള്ള കാഴ്ചകൾ കാണാം, എക്സ്പീരിയൻസ് ചെയ്യാം. അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അവർ പണ്ട് മുതലേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണം കഴിക്കാം. അങ്ങനെയുള്ള ഒരു അനുഭവമാണ് നമ്മൾ ഈ ട്രിപ്പ് സോഷ്യോയിലൂടെ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി കേരളത്തിലെ 5 ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്ത് പൂഞ്ഞാറ് ഒരു മലഞ്ചെരുവിൽ നമുക്കൊരു പ്രീമിയം പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം. അതിൻ്റെ ചുറ്റും പരിസരങ്ങളിലുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കാണാം. നിങ്ങളതിനെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും. അവിടുത്തെ ലോക്കലായിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ചുറ്റുവട്ടത്തുള്ള നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തരും ചെയ്യും. പിന്നെ ഒന്നുള്ളത് നമ്മുടെ എറണാകുളം ജില്ലയിലെ ഹൈ റേഞ്ച് ആയിട്ടുള്ള മാമലകണ്ടത്താണ്. അവിടെ ഒരു പഴയ ഒരുപാട് പണ്ടത്തെ ഒരു കുഞ്ഞു വീടുണ്ട്. അവിടെ നിങ്ങൾക്ക് താമസിക്കാം. അവിടെ നിങ്ങളെ സഹായിക്കാൻ ഒരു ഗൈഡ് ഉണ്ടാവും. ആ ചുറ്റുവട്ടത്തുള്ള കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. അവിടെ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഉണ്ട് കേട്ടോ. പണ്ട് മുതലേ അവിടെയുള്ള ട്രൈബൽ വിഭാഗക്കാർ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഫുഡാണ്. അത് നിങ്ങൾക്ക് ഒരുമിച്ച് ഉണ്ടാക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ശരിക്കും നല്ല ഫോറസ്റ്റിൻ്റെ അടിപൊളി എക്സ്പീരിയൻസ് കിട്ടും. കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ, ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. പിന്നെ ഒന്നുള്ളത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിൻ്റെ അപ്പുറത്ത് വട്ടവട എന്ന് പറയുന്ന മനോഹരമായ വില്ലേജിലാണ് കേട്ടോ. അവിടെ നമുക്കൊരു നോർമൽ ഒരു ഹോം സ്റ്റേ ഉണ്ട്. 1-2 മഡ് ഹൗസുകളുണ്ട്, മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടുകൾ. അവിടെ താമസിക്കാം. പിന്നെ അവിടുത്തെ ഈ വിൻ്റർ വെജിറ്റബിൾസിൻ്റെ നാടാണല്ലോ വട്ടവട. ഫാമുകളൊക്കെ ചുറ്റി കാണാം. പഴത്തോട്ടം എന്ന് പറയുന്ന വില്ലേജിൽ പോവാം. നമ്മൾ ഈ ഓഫ് റോഡ് ജീപ്പിൽ പോയിട്ട് കാണാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്, അതൊക്കെ പോയി കാണാം. അവിടെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും. 2 നൈറ്റ് അവിടെ താമസിച്ചിട്ട് മനോഹരമായ വട്ടവടയെ ശരിക്കും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. മനോഹരമായ തമിഴ് വില്ലേജുകളൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ നിങ്ങളെ ചുറ്റി നടന്ന് കൊണ്ടുപോയി നമ്മുടെ ഗൈഡ് കാണിക്കും കേട്ടോ. പിന്നെ ഒന്നുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് കേട്ടോ. കൊല്ലങ്കോട് നിങ്ങൾക്കറിയാം, ഈ അടുത്ത് വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണിപ്പോൾ. പക്ഷേ അങ്ങനെയല്ല ശരിക്കും കൊല്ലക്കോട്ടേക്ക് പോകേണ്ടത് കേട്ടോ.
പല ആൾക്കാരും കൊല്ലങ്കോട്ടേക്ക് വണ്ടി എടുത്ത് പോയിട്ട് അവിടെ പോയിട്ട് പ്രത്യേകിച്ചൊന്നും കണ്ടില്ലല്ലോ, ഒരു പാടം മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷേ കൊല്ലങ്കോട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ട് ആ ഗ്രാമത്തിൻ്റെ ഭംഗീൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്, അവിടെ താമസിക്കാൻ നിങ്ങൾക്ക് 2 നൈറ്റ്. എന്നിട്ട് അവിടെയുള്ള നമ്മുടെ ഗൈഡിൻ്റെ കൂടെ ചുറ്റി നടന്ന് അവിടെ പ്രധാനമായിട്ടും കാണേണ്ട കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന നെല്ലിയാമ്പതി കൂടി അതിന് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. പിന്നെ ഒന്നുള്ളത് വയനാടുള്ള ചേകാടി എന്ന് പറയുന്ന വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കുഞ്ഞി കാർഷിക ഗ്രാമത്തിലാണ് കേട്ടോ. അവിടെ നമുക്ക് മണ്ണ് കൊണ്ടുണ്ടാക്കിയ സ്റ്റേ സംവിധാനങ്ങളുണ്ട്, വീടുകളുണ്ട്, അവിടെ താമസിക്കാം. പിന്നെ ചേകാടിയുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, അതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. 2 നൈറ്റ് അവിടെ താമസിച്ചിട്ട് നമ്മുടെ ഗൈഡ് നിങ്ങളെ അതിനെല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ 5 ഡെസ്റ്റിനേഷനിൽ ഇനീഷ്യലി നമ്മൾ അവതരിപ്പിക്കുകയാണ് ട്രിപ്പ് സോഷ്യോയുടെ കമ്മ്യൂണിറ്റി ടൂർ പ്രോഗ്രാം. എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് 2 നൈറ്റിൻ്റെ പ്രോഗ്രാംസ് ആയിട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കൂടെ നമ്പർ കൊടുക്കാം, ആ നമ്പറിൽ വിളിച്ചാൽ മതി. എന്തായാലും വിശദമായി അന്വേഷിച്ചിട്ട് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആദ്യം ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂസ് ചെയ്തിട്ട് ഒന്ന് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കാം. എല്ലാവർക്കും ഈ വില്ലേജുകളിൽ നിന്നുള്ള അനുഭവങ്ങൾ നൽകാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ട്രിപ്പ് സോഷ്യോക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക് യു. സ്ലിപ്പാവാതെ ശ്രദ്ധിച്ചോ, തെന്നിപ്പോവാതെ ശ്രദ്ധിച്ചോ. ഗ്രിപ്പൊക്കെ കിട്ടും എന്നാണ് തോന്നുന്നത്. അമ്മേടെ പോണു ഉഷാറായിട്ട്. ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഫിലിപ്പീൻസിൽ പോയ ബുസ്കലൻ വില്ലേജിൻ്റെ ഒരു ഫീൽ എനിക്ക് ഇവിടെ കിട്ടിയെന്ന്. അതുപോലെ തന്നെ മോളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൊടൈക്കനാലിലെ പൂമ്പാറ വില്ലേജില്ലേ, ഒരു കൊക്കയുടെ തെല്ലിന് ആ വക്കത്ത് ഇങ്ങനെ നിൽക്കുന്ന പോലെ വില്ലേജ്, അതുപോലത്തെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ മോളിൽ നിന്ന് നോക്കുമ്പോൾ. നടക്കാനൊരു ഇച്ചിരി പാടുണ്ട് കേട്ടോ, വീഴാനുള്ള സാധ്യത ഇല്ലാതില്ല. ഇപ്പൊ തന്നെ ഉദ്ഘാടനം ചെയ്തിരുന്നു. ഈ സൈഡിൽ കൂടി വാ, ഇവിടെ അങ്ങനെ കല്ലുകളൊക്കെ കിട്ടും നമുക്ക് ചവിട്ടാൻ. ശ്രദ്ധിച്ചോ. അതല്ല, നമ്മളിങ്ങനെ വീഴാൻ പോകുമ്പോ സ്പീഡിൽ ഇങ്ങനെ ഒന്നോടിയിട്ട് ഓടുമ്പോ നിർത്താനുള്ള സ്ഥലം കൂടി ബ്രേക്ക് ചെയ്യാനുള്ള സ്ഥലം കൂടി കാണണം കേട്ടോ, ഇല്ലെങ്കിൽ പോകും. ഭയങ്കര ഉഷാറാട്ടോ. ഞങ്ങൾ ആ പുതപ്പിന്റെ ഉള്ളിൽ ഇരിക്കുന്നു, അവൻ ഇത് കൂടെ പോയി കറങ്ങിക്കിട്ട് വന്നിക്കണേ. ഒറ്റക്കാ? അപ്പൊ എങ്ങോട്ടാ പോയി? ഇവിടെ ഉള്ളൊരു മാമന്റെ കൂടെ പോയില്ലേ? ആണോ? ആ ഫുള്ള് കറങ്ങിട്ട് വന്നു. എന്നിട്ട് എന്തൊക്കെയാ കണ്ടേ? ആണോ? കണ്ടോ, നമ്മൾ ഈ മലഞ്ചെരുവി കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ നമ്മുടെ ഇടത് ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. അങ്ങോട്ടൊക്കെ മലകളുണ്ട്, ആ മലയിൽ കൂടെ ഒക്കെ വീടുകളുണ്ട് കേട്ടോ. ഏകദേശം ഈ ഭാഗം വരെയൊക്കെ വീടുകൾ കാണുന്നുണ്ട്. അതിന് മുകളിലേക്ക് ഉണ്ടോന്ന് അറിയില്ല. രാത്രി ഇങ്ങനെ ജസ്റ്റ് ഓരോ ലൈറ്റ് മാത്രം കാണും. പുലർച്ചെ കാറിൽ വരുമ്പോഴേ ആ ലൈറ്റ് കണ്ടിട്ട് അപ്പു വിചാരിച്ചത് അതൊക്കെ സ്റ്റാർസ് ആണെന്നാണ്. ശരിക്കും അപ്പു പറയണേ, ഞാൻ പറഞ്ഞു അപ്പു ഇത് നോക്കടാ നിറയെ ലൈറ്റ് കണ്ടോ പറഞ്ഞ അതൊക്കെ സ്റ്റാർ അല്ലേ, നക്ഷത്രങ്ങളാണെന്നാണ് അപ്പു വിചാരിച്ചത്. ഇപ്പൊ മനസ്സിലായില്ലടാ അതൊക്കെ വീടായിരുന്നു. ഇവിടുന്ന് കണ്ടോ, ഇവിടുന്ന് എന്ത് രസാ നോക്കിയേ, അടിപൊളി. ആ വില്ലേജിലൊരു കുഞ്ഞി കട ഉണ്ട് കേട്ടോ. അതിനോടും ചോദിക്കണ്ടായിരുന്നു കട എത്തിയോ എന്തോ ചെറിയ മുട്ടായൊക്കെ കിട്ടുന്ന കുഞ്ഞി കടയാണ്. അത് ഇറങ്ങിക്കണേ കട കാണാൻ വേണ്ടിട്ടാണ്. എന്താ വാങ്ങാൻ? എന്തെങ്കിലും നടക്കുന്ന. ഇവിടെ ഒരു സൂപ്പർ മരം ഉണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി വീടുകൾ തുടങ്ങുകയാണ്. വീട് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിച്ച വീടുണ്ട്, അതിനുശേഷം കുറച്ച് ഭാഗം വീടുണ്ടായിരുന്നില്ല. ഇവിടെ കണ്ടോ, ഇവിടെ വൈക്കോൽത്തൂറുണ്ട് കേട്ടോ. ഇവരിവിടെ എല്ലാ തരം കൃഷിയും ചെയ്യുന്നുണ്ട്. ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ആവശ്യമുള്ള മുഴുവൻ സാധനവും ഇവരിവിടെ തന്നെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ കേട്ടോ. ഓരോ സീസണിലും ഓരോ സംഭവങ്ങൾ. ഇപ്പോൾ കണ്ടോ ഈ ഭാഗത്തൊക്കെ ഉള്ളിയാണേ. എന്താ നോക്കിയേ അമ്മോ, നമ്മളിപ്പോൾ എങ്ങനെയാണ് വന്നത്? ഒരു ചേച്ചി എന്തോ വിറക് കൊണ്ടുവരികയാണ്. ചേച്ചിയല്ല, ഒരു അമ്മയാണ്, പ്രായമുള്ള ആളാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ മലയിൽ പോയിട്ട് വിറക് ശേഖരിച്ച് വരുന്നതാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു കുട്ടി ഇങ്ങോട്ട് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നായിരുന്നു. പോയോ? നാണം വന്നോ? എന്ത് രസം ഇവിടേക്ക്. ഇവിടെ കണ്ടോ, ഞാൻ മുമ്പ് ഹിമാചലിൽ വന്നപ്പോഴും നിങ്ങളോട് പറഞ്ഞിരുന്നു, കാണിച്ചു തന്നായിരുന്നു. കല്ല് കൊണ്ടാണ് കേട്ടോ ഇവിടെയൊക്കെ റൂഫ് ഉണ്ടാക്കിക്കുന്നത്. കണ്ടോ കല്ലിൻ്റെ പാളികളാണ്, നമ്മളെ ഗ്രാനൈറ്റൊക്കെ പോലത്തെ. അങ്ങനെ പോളിഷ് ചെയ്ത് മിനുസപ്പെടുത്തിയതല്ല, പക്ഷേ അങ്ങനെ പരന്ന പാളികൾ
അതുകൊണ്ടാണ് ഇവർ ഈ റൂഫ് വീടുകളൊക്കെ മേഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടാവും. എന്താണ്? ഹലോ, ഇതാരാണ്? ഹായ് ഹായ് പോലോ. കുട്ടികളുണ്ടോ? കളിയിലാണ് അവർ. അവരുടെ മുറ്റമൊക്കെ കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയേ. ഇവിടെ കുറച്ച് ഭാഗം ഇങ്ങനെ ഈ കരിങ്കല്ല് പാകിയിട്ട് ഇങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഹായ്, എന്ത് രസമാണ് ഈ വീട് തന്നെ കണ്ടോ, എന്ത് രസമാണ് കാണാൻ. അവരുടെ ഒരു മുറ്റം, അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ വലിയ ആഴമുള്ള കൊക്കയുണ്ട് കണ്ടോ. ഓ, ഈ ഫീല് നോക്കിയേ. അവരിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അതാണ് കാണുക. ഇതാണ് അവരുടെ മുറ്റത്തു നിന്നുള്ള വ്യൂ. അമ്മോ, ഇത് അവരുടെ അച്ഛനാ തോന്നുന്നുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം ഇങ്ങനെ സമയം ചിലവഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം. ഇനി പുറകേക്ക് നോക്കുമ്പോൾ കണ്ടോ, ഈ ഒരു ഭാഗത്താണ് കേട്ടോ, ഈ മരത്തിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. അവിടുന്ന് അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി വന്നത് ഇവിടെ കണ്ടോ, ഒരു പക്ക ഹിമാചൽ പ്രദേശിലെ ട്രഡീഷണൽ വീട്. ഞാനിത് മുമ്പൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഈ കരിങ്കല്ല് കൊണ്ടാണ് ഇവർ ചുമര് കെട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തടി ഈ ലോഗ് വെച്ച് കൊടുക്കും കണ്ടോ, തടി വെച്ച് കൊടുക്കും കണ്ടോ. അതിൻ്റെ ലെവൽ കീപ്പ് ചെയ്യാനോ എന്താ സംഭവം എന്നറിയില്ല, ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് കേട്ടോ കരിങ്കല്ല് കൊണ്ടുള്ള വീടാണ്. ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ലേന്ന് അറിയില്ല, ഇവിടെ ആരും കാണാനൊന്നുമില്ല. നമുക്കെന്തായാലും ഇതിൻ്റെ മുമ്പിൽ കൂടി വീണ്ടും വില്ലേജിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പോയി നോക്കാം കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സോളാറിൻ്റെ ലൈറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട്, സർക്കാർ വെച്ച് കൊടുത്തതായിരിക്കും. ഇവിടെയൊക്കെ ഉണ്ടാവും. ഇവിടുന്നൊക്കെ എന്ത് രസമാണ് നോക്കിയാൽ വില്ലേജിൻ്റെ വ്യൂ. ചിലതൊക്കെ ഇവിടെ ഈ കോൺക്രീറ്റ് റൂഫുള്ള ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ ഇതാണ്, ഈ കല്ലുകൊണ്ട് മേഞ്ഞ വീടുകളാണ്. ഫേബി ചിലപ്പോൾ എന്തായിരിക്കും അറിയോ, ഇവിടെ അങ്ങനെ വലിയ ആലിപ്പഴം വീഴും. വലുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലുതായിരിക്കും. അപ്പോൾ ചിലപ്പോൾ സാധാ ഓടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പൊട്ടുണ്ടാവും. അറിയില്ല കേട്ടോ, ഞാൻ വെറുതെ ഊഹിച്ചാണ്. ചിലപ്പോൾ അതായിരിക്കും കേട്ടോ ഇങ്ങനെ കല്ലുകൊണ്ട് മേഞ്ഞിട്ടുള്ളത്. ഞാനൊരിക്കൽ മുമ്പ് ഹലാൻ വില്ലേജിൽ പോയപ്പോൾ രാത്രി അവിടെ താമസിച്ച സമയത്ത് രാത്രി സൗണ്ട് കേട്ട് പോയി നോക്കിയപ്പോൾ തോനെ വീഴായിരുന്നു, വലിയ വലിയ ഐസ് കട്ടകൾ ഇങ്ങനെ. അങ്ങനെ ഇവിടെ രണ്ടുപേര് ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പോയാൽ എങ്ങനെ ഇറങ്ങാം? അതെ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പിലിറങ്ങാം. ബാ, പെട്ടെന്ന് വരി. പാറയിൽ കൂടി ഇറങ്ങണ്ട, ഒരാവശ്യമല്ലാതെ. ഇവിടെ സ്റ്റെപ്പ് ഉണ്ടായിട്ടാ തള്ളയടാ ചങ്ങനെ വീഴൂലേ. രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഒന്നും കാണാനൊന്നും ശ്രമിച്ചിട്ടില്ല കേട്ടോ. എങ്ങനെയെങ്കിലും റൂമിലേക്ക് എത്തിയാൽ മതി എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ വന്നത്. ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഈ വില്ലേജ് കാണുന്നത് കേട്ടോ. കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച് വീടുകളേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇന്ന് മിക്കവാറും നമ്മൾ ഇവിടെ എല്ലാം മുഴുവൻ വീടും കാണും, അത്രേ ഉള്ളൂ. ഫുള്ള് കല്ലാണ്, എവിടെ നോക്കിയാലും കരിങ്കല്ല് കൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് മറ്റൊരു വീട്, ഇത് കുറച്ച് വലിയ വീടാണേ. എല്ലാ വീട്ടിൽ നിന്നും പുക ഉയരുന്നുണ്ട് കേട്ടോ. ഇവർ ഡിന്നർ ഉണ്ടാക്കുന്ന സമയമായിരിക്കും ഇത്. ഇവിടെ കണ്ടോ ഒരു വീട് പണിതുകൊണ്ടിരിക്കാൻ കേട്ടോ. കണ്ടോ, ഇവിടം വരെ എത്തിയിട്ടുള്ളൂ. ഇതൊക്കെ കരിങ്കല്ലാണ്. ഇവിടെ ചെറിയൊരു വീടുണ്ട്. ഇവിടെ ഇനി നിറയെ കുഞ്ഞു കുഞ്ഞു വീടുകളുടെ ഇടയിൽ കൂടിയാണ് കേട്ടോ നമ്മുടെ വഴി. ഇങ്ങനെ പോവാം. മുകളിൽ കുട്ടികളോടൊക്കെ വർത്താനം പറയുന്നുണ്ട് ഫെബി. എന്തൊക്കെയെന്ന് എനിക്കൊന്ന് പറഞ്ഞിട്ട് പോ. ഫെബി വേഗം ഓക്കേന്ന് പറഞ്ഞ് രക്ഷപ്പെടുക. പേര് വെച്ചതാ രുദ്രാക്ഷ്. നൈസ് നെയിം രുദ്രാക്ഷി, നൈസ് നെയിം. ഓക്കെ, ബൈ. കുട്ടികളൊക്കെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്നറിയോ, ഇവരിപ്പോൾ ഡിന്നർ ഉണ്ടാക്കുന്ന സമയമായിരിക്കും ഇപ്പോൾ. അതാണ് എല്ലാ വീട്ടിൽ നിന്നും ഇങ്ങനെ പുക വരുന്നുണ്ട് കേട്ടോ. അതായത് ഇവരുടെ ഭക്ഷണ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 9-10 മണിയാകുമ്പോൾ ഒരു ഫുഡ് കഴിക്കും. അതിനവർ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല പറയാം, അതിനവർ ലഞ്ച് തന്നെയാണ് പറയുന്നത് കേട്ടോ. മിക്കവാറും ചോറ് തന്നെയാണ് ഇത്ര കഴിക്കുക. പിന്നെ ഉച്ചക്കൊന്നും കഴിക്കുന്നില്ല. പിന്നെ രാത്രി 6-7 മണിയാകുമ്പോൾ ഡിന്നർ കഴിക്കും. ലഞ്ച് എന്ന പരിപാടി ശരിക്കും നമ്മൾ ലഞ്ച് ഇല്ല എന്ന് പറയും, പക്ഷേ ലഞ്ച് എന്നാണ് അവർ രാവിലെ 9-10 മണിക്ക് കഴിക്കുന്ന ഫുഡിന് അവർ പറയുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു 6-7 മണിക്ക് ഡിന്നർ കഴിച്ചതിന് ശേഷം കിടന്നുറങ്ങും. 7 മണിക്ക് അപ്പുറം അവർക്ക് ഇല്ല, പിന്നെ ഒന്നുമില്ല, പരിപാടി ഒന്നുമില്ല. അപ്പോൾ ഈ വഴിയിൽ കൂടി ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇനി ഇവിടെ ഒരു ടെമ്പിളൊക്കെ പോലത്തെ എന്തോ ഒരു ചെറിയ സംഭവം കാണാനുണ്ട്. പിന്നെ ഇങ്ങോട്ട് കുറച്ച് മോഡേൺ വീടുണ്ട്. ഇവിടെ
പഴയ രീതിയിലുള്ള വീടുകളുണ്ട് കേട്ടോ. ആൾക്കാരൊന്നും അധികം കാണാനില്ല കേട്ടോ. എല്ലാവരും ചിലപ്പോൾ കുക്കിങ്ങിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. ഇവിടെ ഒരു വലിയ മരം ഉണ്ടോ? അല്ലേ? വേറെ വഴി ഉണ്ടാവുന്ന നമുക്ക് ഈ വഴിക്ക് പോയി നോക്കാം. നമ്മൾ വന്ന വഴിക്ക് തന്നെ പോകണമെന്നില്ലല്ലോ. ആ ഇവിടെ നല്ല രസമുള്ള സ്ഥലം അല്ലേ? അപ്പോൾ ഫുട്ബോൾ കളിക്കണോ? ഇവിടെ നോക്കുമ്പോൾ കണ്ടോ, അടിപൊളിയല്ലേ? ഇതാണ് നമ്മുടെ വീട് ഇതാണ് കേട്ടോ. അവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഒരു ട്രക്കിംഗ് പോയിന്റ് ഒക്കെ ഉണ്ട്. നല്ല സൂപ്പർ സ്ഥലമാണ്. അത്രയും നമുക്ക് ഒരു ദിവസം പോവാം. എന്താ പറഞ്ഞേ? ഈ വഴിയോ? ഈ വഴി തന്നെ നമ്മൾ വന്നതാ. ഇതാണ് ഷോപ്പ്. ആ ഇത് തന്നെ. ഇത് ഷോപ്പ് खुलाने अभी खोलेंगे. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഇവിടെ എന്താ ഉണ്ടാവുക? ഇപ്പൊ തുറക്കുന്നാ പറഞ്ഞത്. ആ ഈ ചേച്ചിന്റെ തന്നെയാണ് കേട്ടോ കട. എന്താ അപ്പു വേണ്ടേ? കട തുറപ്പിച്ചിട്ട് സാധനം വാങ്ങാനുള്ള പരിപാടിയാണ്. അപ്പൊ എന്താ വേണ്ടേ? लेसो उतना सामान नहीं ना. लेस है लेस. ആ ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ. എന്തെങ്കിലും വാങ്ങാം അതുള്ളൂ. ലേസ് ഇല്ല. ഓ ദോ തേതോ ദീദി. ആദ്യം തന്നെ പറയാം കേട്ടോ, അധികം ഒന്നും സാമാനം ഒന്നും ഇവിടെ ഇല്ല. ഒരു കുഞ്ഞി കട കേട്ടോ. ഈ കട മാത്രമേ ഈ വില്ലേജിലുള്ളൂ. ഈ വില്ലേജിലത്തെ ആൾക്കാർക്കൊക്കെ താഴത്തൊരു സ്ഥലത്തേക്ക് പോകണം കാര്യമായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ. ഞാൻ ഈ ദീദിനോട് ഈ വില്ലേജിലേക്കുള്ള വെള്ളം എവിടുന്നാ കിട്ടുകയെന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പൊ ദീദി പറഞ്ഞത് മലയിന്ന് വരുന്ന വെള്ളമാണത്രേ. അത് മുകളിലൊരു ടാങ്ക്, അതായത് നമ്മൾ താമസിക്കുന്ന വീടിന്റെ ആ ഭാഗത്ത് ഒരു വലിയ ടാങ്ക് വെച്ചിട്ട് അതിനകത്തേക്ക് ഫില്ല് ചെയ്യാണ്. പിന്നെ ആ ടാങ്കിൽ നിന്നാണത്രേ ഈ വില്ലേജിൽ മൊത്തം സപ്ലൈ ചെയ്യുന്നത്. തണുപ്പുണ്ടാവോ? തണുപ്പുണ്ടാവോ? ആ വെള്ളം കളയാൻ പാടില്ല. ഇനി എങ്ങോട്ടാ പോന്നെ? ഇത് ഇതാണ് ഇവിടുത്തെ ഒരു അമ്പലം. ആ അമ്പലത്തിന് പേരുണ്ടല്ലോ. അയ്യോ എന്തായിരുന്നു പേര്? ആ ദുർവാസ ഋഷി ടെമ്പിൾ കേട്ടോ. അതാണ് ഇവിടുത്തെ ആ ഒരു അമ്പലം. ഇത് അത്യാവശ്യം പേര് കേട്ട അമ്പലമാണ്. ഇവിടേക്ക് താഴത്തു നിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ട് അത്രേ. ഈ അമ്പലത്തിന്റെ അവസാനം എനിക്ക് തോന്നുന്നത് ഈ വില്ലേജിന്റെ അവസാനം തന്നെയാണെന്നാണ് കേട്ടോ. അമ്പലത്തിന്റെ അപ്പുറത്തേക്ക് പിന്നെ വില്ലേജ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് അപ്പുറത്തേക്ക് പോയി നോക്കാം. ഇവിടെ കണ്ടോ ഒരുപാട് പഴയ വീടാണ് കേട്ടോ. എല്ലാ വീടും ഒരേപോലെ തന്നെയാണ്, ഒരേ ഡിസൈൻ തന്നെയാണ് എല്ലാ വീടിനും. അമ്പലത്തിലേക്ക് പോയി നോക്കുന്നതിന് മുമ്പ് ഇവിടെ രണ്ട് ദീദിമാരിരുന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. നമുക്ക് ചുമ്മാ ആ ഒരു കുഞ്ഞു വഴി കൂടി ഒന്ന് പോയി നോക്കാം. ഈ വഴി എങ്ങോട്ട് പോണ വഴിയാന്നാവല്ലേ? നല്ല രസമുണ്ട് അല്ലേ? ഈ വഴി വന്നേ? ഒന്നും ഓർമ്മല്ല. ആ സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് റൂമിലേക്ക് എത്തിയാൽ മതി എന്നുള്ള കണ്ടീഷനിലായിരുന്നല്ലോ. സബ്ജി എന്തോ പച്ചക്കറി നടന്ന പരിപാടിയാണ്. ഈ വഴിനായിട്ട് നമ്മൾ രാവിലെ വന്നത്. അങ്ങോട്ട് പോയാൽ അമ്പലം മാത്രമേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കില്ല. ഈ ചെറിയ വഴി കൂടി തന്നെയാണ് നമ്മൾ രാവിലെ നടന്ന് ഇങ്ങോട്ട് വന്നത്. ഇവിടെ സ്ലിപ്പാവും കേട്ടോ. മഞ്ഞ് മഞ്ഞുമല. ഓക്കെ 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 ഓക്കെ. അത് കണ്ട അപ്പു. ആദ്യമായിട്ട് അപ്പു നേരിട്ട് മഞ്ഞുമല കാണുന്നത് ആദ്യം അല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് മഞ്ഞ് കാണാൻ വേണ്ടി പോകണം. അത് 2 ദിവസം കഴിഞ്ഞിട്ടാക്കാം കേട്ടോ. ദൂരെ ഇവിടെ ഒരു ചെറിയൊരു മലേൻ്റെ മുകളിൽ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അതാണ് അവർ കണ്ടത്. എന്തായാലും ആദ്യമായിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു കൗതുകം അല്ലേ അപ്പു? വിന്ററിലെ ഫോട്ടോസ് കാണിച്ചു തന്നു കേട്ടോ. അതായത് ഒരു 1.5 അടി ഹൈറ്റിലൊക്കെ സ്നോഫാൾ ഉണ്ടാവുന്നുണ്ട്. ഹൈറ്റ് ഇതിനേക്കാളും ഹൈറ്റുള്ള സ്ഥലത്താണ് ഇപ്പൊ മഞ്ഞുണ്ടാവും. ഇവിടെയൊക്കെ മഞ്ഞുണ്ടായിരുന്നു. ആ വിന്റർ സമയം കഴിഞ്ഞപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. കണ്ടോ ഇവിടെ ബൈക്കുകൾ ഉണ്ട് കേട്ടോ. ഇവിടം വരെ ആണ് വണ്ടി വരുന്നത്. ഇവിടം വരെ കാറും വരും. നമ്മൾ ഇപ്പൊ രാവിലെ നമ്മൾ ഇവിടം വരെ കാർ കൊണ്ട് വന്നില്ല. നമ്മളെ ടാക്സി കുറച്ചുകൂടി താഴത്തെ വന്നു കേട്ടോ. ഇന്നലെ മഴ പെയ്തത് കാരണം ഈ റോഡ് കുറച്ച് സ്ലിപ്പറി ആയതുകൊണ്ട് ഇങ്ങോട്ട് കയറിയില്ല. ഇതിൻ്റെയും കുറച്ച് താഴെ വരെയാണ് കാറ് വന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പിന്നെ നടന്ന് ഇങ്ങോട്ട് വരിക ചെയ്തത്. നോർമൽ കേസിൽ ഇവിടം വരെ കാറ് വരും കണ്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്തായാലും നടന്നു തന്നെ പോകണം. അങ്ങോട്ട് കണ്ടോ. ഇതാണ് നമ്മുടെ വീട്.
മട്ടൺ മസാല ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്. നോക്കട്ടെ. മസാലയോ? ഭയങ്കര മസാല. ടേസ്റ്റ് ഇല്ലേ? ടേസ്റ്റ് ഉണ്ട്, കുട്ടികൾക്ക് ഇഷ്ടമാണ് ടേസ്റ്റ്. കുറച്ച് ഭാഗം കണ്ട ഇതുണ്ടായിട്ട് മണ്ണൊലിച്ച് പോന്നിട്ടുണ്ടോ അവിടെ? ഓ ഇവിടെയൊക്കെ ആപ്പിൾ തോട്ടാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ആപ്പിൾ മരങ്ങളാണ്. ഇതാണ് ശരിക്കും ആ വില്ലേജിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗത്തു നിന്നുള്ള വ്യൂ കേട്ടോ. അവിടെ എന്താ ഒരു ഡേഞ്ചർ സോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താ മനസ്സിലാവില്ല. ഡേഞ്ചർ സോൺ അത്രേ. നോക്കി ഈ ഭാഗത്ത് നോക്കിയേക്കാം. എന്താണ് കൃഷി? ഇതും മല്ലിയിലേ തോന്നുന്നു. ഒരുപാടൊന്നുമില്ല, പക്ഷെ ഒരു അരികിലിങ്ങനെ അരികിലിങ്ങനെ മല്ലിയിലെ കൃഷി ഉണ്ട്. ഇതിന്റെ അപ്പുറത്ത് ചോളല്ലേ? ചോളാണല്ലേ? അത് ഉള്ളിയാന്ന് എനിക്ക് തോന്നുന്നത്. ചോളാണ്. കുറച്ചില്ലേ? നമുക്ക് ആ അമ്പലത്തിന്റെ അവിടെ നിന്ന് പോയി നോക്കാം കേട്ടോ. നമുക്ക് പ്രധാനമായിട്ടും ഇവിടുത്തെ ഈ ആൾക്കാർ എന്നും രാവിലെ എണീറ്റ കുറെ പേര് ഇവിടുന്ന് പോകട്ടോ. കാട്ടിലേക്കൊക്കെ പോകും പല പല പരിപാടികൾക്കായിട്ട്, അവരുടെ ലൈവ്ലിഹുഡുമായി ബന്ധപ്പെട്ട ഓരോരോ പരിപാടികൾക്ക്. അപ്പൊ നമുക്ക് അവരുടെ കൂടെ കണ്ടല്ലോ കുറച്ച് സ്ത്രീകള് ആടും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ അവര് വരുന്നത് വൈകുന്നേരം സമയത്ത് 4-5 മണി. അവർക്ക് ലഞ്ചൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ലഞ്ച് എന്ന് പറഞ്ഞ പരിപാടി അവർക്കില്ല. ലഞ്ചുണ്ട്, പക്ഷെ രാവിലെ 9-10 മണിക്ക് കഴിക്കും. അപ്പൊ ഉച്ചക്ക് അവർക്ക് പരിപാടി ഒന്നുമില്ല, ഭക്ഷണം കഴിക്കുന്ന പരിപാടി ഇല്ല. അപ്പൊ രാവിലെ ആടുകളെ നോക്കാൻ പോയിട്ട് വൈകിട്ട് 4-5 മണിക്കൊക്കെയാണ് അവർ തിരിച്ചിറങ്ങി വരുന്നത്. അപ്പോൾ അവരിങ്ങനെ പോകുമ്പോൾ ആടിനെ നോക്കാൻ വേണ്ടി മാത്രമല്ല, വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. അപ്പോൾ പോകുമ്പോൾ ഒരു ടീമിൻ്റെ കൂടെ അല്ല, അവരുടെ കൂടെ നമുക്കൊന്ന് പോയി നോക്കണം. ഇവിടെ സ്ലിപ്പാവുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മളിപ്പോൾ ഈ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിട്ടോ. അമ്പലത്തിൻ്റെ അവിടെ എന്തൊക്കെ മരാമത്ത് പണികൾ നടക്കുകയാണ്. അതിൻ്റെ ഒരു കവാടത്തിൽ എന്തോ ഒരു വർക്ക് നടക്കുകയാണ് കേട്ടോ. ഇവിടെ ജോലിക്കാരൊക്കെ ഉണ്ട്. ഇതാണ് ക്ഷേത്രം കേട്ടോ, ദുർവാസ ഋഷി ടെമ്പിൾ. ആ അമ്പലത്തിൻ്റെ അകത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല. അവിടെ ചോദിച്ചപ്പോൾ നിങ്ങൾ ചുറ്റിക്കറങ്ങി കണ്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തേക്ക് അങ്ങോട്ട് നേരത്തെ കണ്ട പോലെ വലിയ കൊക്കയാണ്. കണ്ടോ? ഇവിടുന്ന് അങ്ങോട്ട് നോക്കി നമുക്കിതിൻ്റെ ഈ സൈഡിലേക്ക് ഇങ്ങനെ വന്നു നിന്നാൽ താഴെ കാണാൻ പറ്റും. കണ്ടോ? താഴെ കൂടി ഒരു റിവർ ഒഴുകുന്നുണ്ട്, റോഡുകളുണ്ട്, വണ്ടികളൊക്കെ പോകുന്നത് കാണാം. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ വീടുകളും കാണാം. സൂര്യൻ അസ്തമിക്കാൻ പോവാൻ കേട്ടോ. ശരിക്കും നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റും. പക്ഷെ ഇന്നിങ്ങനെ മഴക്കാറൊക്കെ ആയതുകൊണ്ട് അത് കറക്റ്റായിട്ട് കാണാൻ പറ്റും തോന്നുന്നില്ല. ഹായ് ബാബാജി. ഇതെന്താ പൂ പോണ്ടേ? ഹലോ സാർ, നിങ്ങൾ വരുന്നൊന്നുമില്ല? ഇവിടെ ഒരു ഇരിക്കാനൊരു സീറ്റ് കിട്ടിയപ്പോ. സീറ്റ് കിട്ടിയതെന്നല്ല, ഇവിടെ ഒരു അങ്കിൾ ഇരിക്കണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നല്ല സ്റ്റൈലായിട്ട് ഒരു ബീഡിയെ കത്തിച്ച് വലിച്ചിങ്ങനെ ഇരിക്കായിരുന്നു. അപ്പൊ ഞാൻ കയറി ഇരിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് മൂപ്പര് കയറിയിരുന്നത്. അപ്പൊ ഞാൻ പതുക്കെ പോയി ചോദിച്ചു. മൂപ്പര് ഇറക്കി വിട്ടിട്ട് കയറി ഇരിക്കാൻ നല്ല രസമുണ്ട്. ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോ താഴത്ത് എന്ത് രസമാണെന്ന് അറിയോ? നമ്മള് വന്ന വഴിയൊക്കെ ആയിരിക്കും ഒരു പക്ഷെ, എന്തായാലും നല്ല രസമുണ്ട്. ഇപ്പൊ തന്നെ പോണോ? തണുപ്പ് ഇങ്ങനെ കൂടി കൂടി വരിക. തണുപ്പ് കൂടിക്കോട്ടെ, പോയാ പോരെ. നിങ്ങൾക്ക് തണുപ്പ് ശീലമുള്ള ആൾക്കാരാ, ഞങ്ങൾക്ക് അങ്ങനെയല്ല അല്ലേ? അല്ല ഇനിയിപ്പോ പോയിട്ട് ഫുഡ് ഉണ്ടാക്കണ്ടേ? എന്താ രാത്രി? ചിക്കൻ. ഉച്ചക്ക് ഞങ്ങള് ചിക്കൻ കറിയൊക്കെ വെച്ച് ചോറൊക്കെ വെച്ചിട്ടോ. ചോറ് ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു വെള്ളം ഒഴിച്ച് അരി ഇട്ടിട്ട് അങ്ങനെ തിളപ്പിച്ചിട്ട് ആ വെള്ളം മൊത്തം അങ്ങോട്ട് വറ്റിച്ച് വേവിച്ചെടുക്കുന്ന പരിപാടി. ആ പരിപാടിയാണല്ലോ അത്. ഇവർക്ക് ഫെബിക്കൊന്നും പരിചയമില്ലല്ലോ, എനിക്കും പരിചയമൊന്നുമില്ല, കഴിച്ച് പരിചയമുണ്ടെന്നുള്ളൂ. അപ്പോൾ നമ്മളത് പക്ഷേ പരീക്ഷിച്ചു. പക്ഷേ സംഗതി ഒരു ഏകദേശം നമ്മൾ എന്തിനെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് മാവ് കുഴച്ച പോലത്തെ. പക്ഷേ എല്ലാവരും നല്ലോണം കഴിച്ചു. അല്ല സംഭവം കഴിക്കാൻ ടേസ്റ്റാണ്, പക്ഷെ ആ കൺസിസ്റ്റൻസി അങ്ങനെ ആയിരുന്നു കേട്ടോ. പക്ഷെ ചിക്കൻ കറിക്കായിട്ട് നല്ല കിടലായിട്ട് കഴിച്ചു, അടിപൊളിയായിരുന്നു. അപ്പോൾ ബാക്കിയുണ്ടോ? ബാക്കി കുറച്ചുണ്ട്, ഉണ്ടാക്കാം. ആ പെണ്ണ് സമ്മതിക്കില്ല പോവാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ നല്ല രസമായിരുന്നു. നമുക്ക് ഈ അമ്പലത്തിന്റെ പുറകുവശം കൂടി എന്താ നോക്കിയിട്ട് പോവാം. എന്ത് രസം നോക്കിയാൽ ഇവിടുന്ന് നോക്കുമ്പോൾ ഈ അമ്പലം കാണാൻ എന്ത് ഭംഗിയാ, അടിപൊളിയാണേ. ഇത് പുറകിലും ഇതുപോലെ ഇങ്ങനെ ഒരു പുൽത്തകിടിയാണ് കേട്ടോ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അവിടെ എന്തോ ഒരു പുതിയൊരു കെട്ടിടത്തിന്റെ പണി നടക്കുന്നുണ്ട്. അങ്ങനെ പോകാൻ പറ്റുമോ? വാട്ട് ഈസ് ദിസ്? അപ്പ് ഈസ് ദിസ്? ചവിട്ടണ്ട. ആ ഇവിടെ കണ്ടോ, ഇത് ഈ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കിച്ചണാണ് കേട്ടോ. ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരുന്ന സ്ഥലമായിരുന്നു മുൻപ്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് രണ്ടുപേര് ഇരുന്നിട്ട് തീ കായുന്നുണ്ട് കേട്ടോ. ഇതായിരുന്നു ഇവരുടെ അടുപ്പും സംഭവങ്ങളൊക്കെ. ഹായ്. ഓക്കെ, ഇപ്പോൾ ഇത് മാറ്റിയിട്ട് അവിടെ
പുതിയ കിച്ചൺ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവരിത് ഉപയോഗിക്കുന്നില്ല, അതാണ് സംഭവം. പച്ച പാടിക്കോ പാടിക്കോ എന്നാ പാപ്പുവാ പോലെ. വിശക്കുണ്ടോ? വിശക്കുണ്ടോ? ആ തിന്നോ. ആകെ ഉണ്ടായിരുന്ന ദുക്കാന് വീണ്ടും അടച്ചിട്ടോ. ഇന്നത്തെ കച്ചവടം എനിക്ക് തോന്നുന്നു 2 പച്ചപ്പട്ടാൻ്റെ പാക്കറ്റാണെന്നാണ്. ആ ആള് വരുമ്പോ വന്ന് തുറക്കൂലേ, വെറുതെ തുറന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ അപ്പുവിന് ഞാൻ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. നിക്ക് അപ്പു ഈ പോവല്ലേ, സാക്ഷി വേണം. അപ്പു നമ്മളെ വീടിൻ്റെ അവിടെ ഒരു പൈപ്പില്ലേ, ടാപ്പ്, ആ ഫുൾ ഡ്രസ്സ് വായിക്കുക, ട്രൗസർ മാത്രം ഇടുക. എന്നിട്ട് ആ ടാപ്പിൽ നിന്ന് കുളിച്ചാൽ, പൈപ്പിൻ്റെ ചോട്ടിലിരുന്ന് കുളിച്ചു കഴിഞ്ഞാൽ 100 പാക്കറ്റ് ലേസ്. ഞാൻ കുളിക്കും. എനിക്ക് എന്തായാലും ആ 100 റുപ്യോ? 150. ഉറപ്പാ? പെരുന്നാൾ പൈസ കിട്ടിയോണ്ട് ബെറ്റ് വെക്കാനൊക്കെ ചെറുക്കന്മാർക്ക് ഭയങ്കര ധൈര്യമാണ്. പക്ഷെ നമ്മളോട് ബെറ്റ് വെച്ചാൽ തോൽക്കും എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല. നമ്മൾ നമേരി നാഷണൽ പാർക്കിന്റെ അപ്പുറത്തുള്ള പുഴയിൽ നിന്ന് കൊടും തണുപ്പിൽ കുളിച്ചതൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. എവിടെയും കുളിക്കും. ഞാൻ ഇവിടുന്ന് പോണ വരെ കുളിയില്ല, അത് ഞാൻ തീരുമാനിച്ചു. അടിപൊളി. അതൊക്കെ കുളിക്കും. ഞാൻ മോട്ടിവേറ്റ് ചെയ്യും, അപ്പൊ ഈ കുളിച്ചോളും. ഈ ചേച്ചി എന്തോ ഇവിടെ കൊടുന്ന് വെച്ചു. ഒന്ന് മല്ലിയിലാണല്ലോ. ധനിയ ക്യാ ബനാനെ കാ? ദാൽ മേ ഡാൽനെ കാ? ആ ഓക്കെ. മല്ലിയിലുണ്ട്, പിന്നെ ഉള്ളിന്റെ ഇതാ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തോ ഒരു ഇലയും കൂടി ഉണ്ട്. ദാൽ കറി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇടാനത്രേ. ഇതാണ് സംഭവം. ഫെബിയേ ഇവരിങ്ങനെ കറി വെക്കുമ്പോൾ അപ്പം ഇറങ്ങിയിട്ട് ഇങ്ങനെ തൊടിയുന്ന ഓരോ സാധനങ്ങൾ പറിച്ചിട്ട് ഇങ്ങനെ കറിയിലേക്ക് ഇടും. ആ അത് തന്നെ പരിപാടി. അത് ആലിപ്പഴമല്ല, അതിലേക്ക് അല്ലല്ലേ. നടക്കേ നടക്കേ. ഇവിടെ ഓരോ വീട്ടിലും 2ഉം 3ഉം ഒക്കെ വെച്ച് പട്ടികളുണ്ട് കേട്ടോ. ഉണ്ടോ? ഈ പഹാഡി പീപ്പിൾസിൻ്റെ ലൈഫ് അങ്ങനെയാണ്. മലമ്പ്രദേശങ്ങളിൽ, മലകളിലൊക്കെ ജീവിക്കുന്ന എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും കുറേ പട്ടികൾ. ഇവിടെ ഈ ആപ്പിളൊക്കെ ഉണ്ടായി വരുന്ന സമയത്ത് കുരങ്ങന്മാരുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് അത്രേ. അപ്പോൾ അവരൊക്കെ ഓടിക്കുന്നത് ഇവരുടെ ഡ്യൂട്ടി അത്രേ, ഈ പട്ടികളുടെ. അവിടെ ഒരു വീട്ടിലൊരു ചേച്ചിയും പിന്നെ ഒരു പയ്യനും എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ അവരിങ്ങനെ ആ ഫീൽഡ്, അവരുടെ ആ ഒരു കൃഷിസ്ഥലം കാണണമെങ്കിൽ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പോയി നോക്കാം കേട്ടോ. ഇതാണ് അവരുടെ വഴി. ഒരു ചെറിയ വീടാണ് കേട്ടോ. നമ്മളിപ്പോൾ കണ്ടതിനകത്ത് വെച്ചിട്ട് ഏറ്റവും ചെറിയ വീടാണ് തോന്നുന്നു അവരുടേത്. കണ്ടോ, ഇതാണ് അവരുടെ വീട്. ആ വീട്ടിലേക്കുള്ള വഴി കണ്ടോ, ഇങ്ങനെ പോവാം. ഇവിടെ ഒരു കോൺക്രീറ്റ് വീടിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് അവരുടെ മുറ്റമൊക്കെ. മുറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഓക്കെ. പുള്ളി നമ്മളെ വിളിച്ചിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അവരുടെ കൃഷിസ്ഥലം ജസ്റ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ്. അവരുടെ ടോയ്ലറ്റൊക്കെയാണ് കേട്ടോ. ഇത് കണ്ടോ, മുറ്റത്ത് ഇത് വീടിൻ്റെ നേരെ മുമ്പിലായിട്ട് ആപ്പിൾ മരങ്ങൾ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. കണ്ടോ, നിറയെ പൂവുണ്ട്. ഫെബി കാണാൻ തന്നെ ഇത് ഭംഗി. ആ ट्रेडिशनल एप्पल फार्म. हाँ ओके. आपका नाम क्या है? आशीष. हाँ. ഓ അഷ്റഫ്. ഇതാണ്ടോ ഇവിടുത്തെ എല്ലാ ആൾക്കാരും, എല്ലാ വീട്ടുകാരും ആപ്പിൾ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഫെബിന എനിക്ക് മനസ്സിലായോ? ഇംഗ്ലീഷിലാണ് ചോദിച്ചല്ലേ? ആ ഞാൻ വിചാരിച്ചു ഹിന്ദിയിലാണ് ചോദിച്ചല്ലേ. ഹിന്ദിയിൽ ക്യാ നാമെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ലേ. ഹായ് മോം. ഹായ്. ഇത് അവരുടെ ഒരു മുറ്റം പോലത്തെ സ്ഥലമാണ്. അതിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കിയിരിക്കാം കേട്ടോ. ആപ്പിൾ. വെരി ബ്യൂട്ടിഫുൾ. നല്ല രസമുണ്ട്. ഈ ആപ്പിൾ ഉണ്ടാകുന്നത് മാത്രമല്ല, ആപ്പിളിന്റെ പൂ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അതാണ്. എവിടെ കുട്ടികൾ? ആ പയ്യന്മാരും ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. പുള്ളി നമ്മളിങ്ങനെ കൊണ്ടുപോവാണ്. कितना पेड़ है इसमें इधर? Approximate 70. 70 farm and approximate niche this one side. Okay. I have 4 to 5. 4 to 5. Yeah. Okay. Yeah. Okay. Cool.
കണ്ടോ പുള്ളി നമ്മളിങ്ങനെ അവരുടെ ആപ്പിൾ തോട്ടത്തിൽ കൊണ്ട് എന്ത് രസാന്ന് നോക്കില്ലേ. നല്ല ഭംഗി. അടുത്ത് വന്നപ്പോഴാണ് നിറയെ എല്ലാം ഒരുമിച്ച് പൂവിട്ടത്. നമ്മൾ ആ വഴി കൂടി പോകുമ്പോ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ ശരിക്കും അല്ലേ, ഈ താഴ്ന്ന ഭാഗത്തായതുകൊണ്ടേ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എന്ത് രസാ കാണാനിത്. Yeah, this time blooming time. Blooming time. What is the harvest time? Harvest time. August? It will be August to September. Okay. First week of August. Okay. ഇപ്പൊ ആപ്പിൾ പൂവിടുന്ന സമയമാണ്. It must be at July last. ജൂലൈ ലാസ്റ്റ്. From July last to September. ഓക്കെ. ജൂലൈ ലാസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയാണ് ആപ്പിളിന്റെ വിളവെടുപ്പിന്റെ സമയം കേട്ടോ. ഇപ്പോ പൂവിടുന്ന സമയമാണ്. Another variety. This is pollen variety. We have grafted it here. ഗ്രാഫ്റ്റഡ്. This is grafted. ഇവര് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഗ്രാഫ്റ്റിംഗിലൂടെ ഒരു മരത്തിൽ നിന്ന് തന്നെ 4-5 തരത്തിലുള്ള ആപ്പിൾ ഇവര് വിളയിച്ചെടുക്കുന്നുണ്ട്. This is red lab. Tree red and inner side red, flower red, fruit red. Completely red. Complete red. Okay. This one. അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കായിരുന്നു എന്താ പഠിച്ചത്, എവിടെയാണ് പഠിച്ചതെന്നൊക്കെ. അപ്പോൾ അദ്ദേഹം +2 പഠിച്ചിട്ടുള്ളൂ. ശരിക്കും കാർപ്പൻ്റർ ജോലി അത്ര ചെയ്യുന്നത് ഇവിടെ തന്നെ. I was good at my studies, but I took my. Okay. It's your passion, agriculture. This is good. Yes. All good and no Peace. any pressure from Peace. anyone. This is peace. അതാണ് Good. അതാണ് കേട്ടോ ഈ വില്ലേജ് വന്നപ്പോ ലൈഫ് Simple and മിനിമൽ ലൈഫ്. Yes. everything is good. Yes. Very good. I have 5 farms. 5 farms? Yeah. Oh, okay. Where? Approximately it give 5 to 6 lakhs. 2 farms. It approximately it be 15 to 16. അപ്പൊ അത്യാവശ്യം വരുമാനമുണ്ട്, പ്രശ്നമില്ല. Where is the other 4 farms? You want to see? No, just asking. To Here, either, nearby here. To either. Okay. And one this side. Okay. For school say niche. Okay, let's see another day. Yeah, you can see, but I am not at home, but my father is at home. Okay. You can tell him. I will ask him. Okay. Thank you. Very delicious at winter time. This is golden. Okay. From there. Oh. Yeah, golden apple and Golden this is apple. royal delicious. Royal delicious. Total how many varieties you have? Approximately it be for sale. It is only 2 to 3. But I have 25 varieties. 25 varieties. Nucha jo delicious small plants. It have only 24 to 25. Okay. Approximately. Which one you like more? Taste wise. More taste wise, Gala variety is that good and Gala. golden. Golden. Okay. Golden is good and Grand Swiss is better in winter. Okay. Yeah. Do you make any value added products with apple? No. You preserve it? No. No. Nothing. Only Harvest and take it to market. Market and we preserve it for on. Oh, your own use. Okay. On use for 2 to 3 months. March till then Granny Smith. After then fill another bloom and then. Okay. Yeah. Okay. Thank you, bro. Okay. Thank you very much. Welcome. Okay. അടിപൊളി സെക്കൻഡ് അല്ലേ? നല്ല സ്മാർട്ട് ആയിട്ടുള്ള ആഷു പോരുമ്പോ പറയാണ് ആഷു എന്നാണ് നിക് നെയിം, അങ്ങനെ വിളിച്ചാൽ മതി. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഉണ്ടല്ലോ, പുള്ളിനെ വീണ്ടും നമുക്ക് മീറ്റ് ചെയ്യാം. നല്ല രസമായിരുന്നു അല്ലേ? അതെ, അതായത് അവര് നന്നായിട്ട് അവന് സംസാരിക്കണ്ടല്ലോ ഇംഗ്ലീഷൊക്കെ. അടിപൊളി സംസാരിക്കുന്നുണ്ട്. ഇതുവരെ പഠിച്ചെന്ന് ചോദിച്ചപ്പോ +2 വരെ മാത്രമേ ഉള്ളൂ. പക്ഷെ പഠിക്കണ നന്നായിട്ട് പഠിച്ചിരുന്നു. +2 നന്നായിട്ട് പഠിച്ചു. പക്ഷെ പുള്ളിക്ക് കൃഷി ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ പറയാൻ വന്നതേ, അതായത് ഈ വില്ലേജിലത്തെ മുഴുവൻ മനുഷ്യന്മാർക്കും ഇവിടെ അവരൊക്കെ പറയുന്നുണ്ട്, അതായത് സമാധാനമുള്ള ലൈഫ്, ഭയങ്കര ലക്ഷറി സംഭവങ്ങളൊന്നും ഇവരുടെ ഒരു സ്വപ്നത്തിൽ പോലും ഇല്ല. നിസ്സാരമായ എന്താ പറയുക, മിനിമൽ സാഹചര്യങ്ങളിലുള്ള മിനിമൽ ലൈഫാണ്. ഏറ്റവും മെയിൻ സംഭവം പീസ് ഓഫ് മൈൻഡാണ്, മനസ്സമാധാനം. അതായത് പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തു. നമുക്ക് കണ്ടാലും മനസ്സിലാവും അല്ലേ? കുറെ ഫാംസ് ഉണ്ട്, അപ്പൊ കൃഷിയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ചു പോണു. പ്രഷറും കാര്യങ്ങളൊന്നും ഇല്ല, പുറത്തുനിന്നുള്ള ഫോഴ്സ് ഒന്നും ഇല്ല. അത്യാവശ്യം വരുമാനം ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ബഹളമല്ല, ഒരു എന്താ പറയാ അല്ലേ, എന്ത് രസം അവിടെ നിൽക്കാൻ. പിന്നെ ആ കൃഷിത്തോട്ടാണെങ്കിലും നന്നായിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആണ്, നന്നായി നോക്കുന്നുണ്ട്. പിന്നെ എല്ലാ തരം പഴങ്ങളും ഉണ്ട് കേട്ടോ, ആപ്പിൾ മാത്രമല്ല. ഇപ്പൊ അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി. നമുക്ക് അദ്ദേഹത്തിന്റെ വേറെ ഫാം ഉണ്ട്, അവിടെയൊക്കെ നാളെ എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്യാം. പറഞ്ഞു വരികയാണെങ്കിൽ വന്നോളോണ്ട് കാണാൻ വേണ്ടിട്ട്. എപ്പോ വേണമെങ്കിൽ വന്നോളൂ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ടോ പണ്ട് മണാലി മാൾ റോഡിൽ നിന്ന് നമ്മള് അന്ന് താമസിച്ചിരുന്ന ഫൈസൽ ബ്രോന്റെ വീട്ടിലേക്ക് നടന്നു പോയിരുന്നത്?
അതൊന്നും ഒന്നുമല്ല. ഏകദേശം അതുപോലെ തന്നെയല്ലേ? അതുപോലെ തന്നെ. അത് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിലാ ദൂരം ഉണ്ടായിരുന്നു. അതെ. നടക്കേ. അപ്പൊ ക്ഷീണിച്ചാ? തണുപ്പുണ്ടായോണ്ട് ക്ഷീണിച്ചില്ല. അടിപൊളി. ഓക്കെ ഓക്കെ. ഇപ്പം നമ്മൾ കയറി വന്നില്ലേ, അവിടെ അപ്പോൾ കണ്ടില്ല, ഇത് ഈ പച്ച കളർ റൂഫ് കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടോ, അതാണ് കേട്ടോ ഇവിടുത്തെ സ്കൂള്. LP സ്കൂളാണേ. അത് നമുക്ക് നാളെ കാണാം കേട്ടോ. ഇന്ന് ഹിമാചൽ ഡേ ആയതുകൊണ്ട് ലീവാണത്രേ. പിന്നെ അതുമല്ല, ഇപ്പോൾ സമയം വൈകുന്നേരം 6:45. നാളെ സ്കൂൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോയിട്ട് കാണണം. എന്താണ് गाँव देखने के लिए घूमने के लिए गया. अच्छा है. दीदी മോളിയും ചോദിക്കാണ്. ഓക്കെ ദീദി നടക്കേ. അപ്പോൾ ഇത് നമ്മളെ അയൽവാസികളാണ് അല്ലേ? അപ്പോൾ അയലൊക്കെക്കാർ. ഇനിയിപ്പോൾ എന്താ പരിപാടി? കുളിക്കണ്ടതാ പൈപ്പ്, ഞാൻ പറഞ്ഞ പൈപ്പ് ഇതാണ്. കുളിക്കണ്ടോ? 100 ലൈസും പാക്കറ്റ് വേണ്ടാന്ന് വെച്ചു. അപ്പു കാല് കഴുകാം അല്ലേ? എന്നുണ്ട്? തണുപ്പുണ്ടോ? കാല് കഴിക്കോ? കാല് കഴുകാൻ പേടിയൊന്നും പാടില്ല. പോടാ അവന്റെ ടെക്നിക്ക് ഉണ്ടോ? കാല് കഴുകാൻ 50 ലൈസ് അത്രേ, കുളിച്ചാൽ 100 ലൈസ് അത്രേ ഉള്ളൂ. എന്നിട്ട് തണുപ്പുണ്ടോന്ന് റിവ്യൂ പറയണം കേട്ടോ. ഈ വ്ളോഗ് ചെയ്യുമ്പോൾ പറയല്ലേ ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. തണുപ്പുണ്ടോ? അത്രക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് എന്താ പിന്നെ എങ്ങനെ ഒച്ചുണ്ടാക്കണേ? ആണോ? മതി, നേരെ അടക്ക് പൈപ്പ്. ഇവിടെ ആരും വന്നിട്ടില്ല. ഇങ്ങനെ ഇറങ്ങി, നിങ്ങളെ പരിചയപ്പെടുത്തിയില്ല. ഹായ്. ഇദ്ദേഹത്തിൻ്റെയാണ് ആക്ച്വലി ഈ വീട്. പേര് പറയാം. ഹസീബ്. മലപ്പുറം വണ്ടൂർ അല്ലേ? പ്രോപ്പർ വണ്ടൂരാണ്. ഓക്കെ. കുറെ കാലമായി അവിടെ? 2 വർഷമായിട്ട് ഈ വീട് നോക്കി നടത്താൻ കേട്ടോ. നമ്മൾ ഇവിടെയാണ് ഇപ്പോൾ താമസിക്കാൻ വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൈഫ്? അടിപൊളി ലൈഫ്. ഞങ്ങളിങ്ങനെ ആ വില്ലേജിൽ കൂടി നടക്കായിരുന്നേ. നല്ല രസമുണ്ട്, ഭയങ്കര പീസ്. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തേ? ഫുൾ പീസ്. ആൾക്കാരൊക്കെ എങ്ങനെ? നൈസ് പീപ്പിൾസ് അല്ലേ? ഓക്കെ. അപ്പോൾ എന്താണ് ഫെബി ഡിന്നർ? എന്താണ് ഡിന്നർ? ചിക്കൻ കറി ബാക്കിയുണ്ട് ഉച്ചക്കത്തെ. ചോറും ചട്പട്ട് മട്ടർ. ഇതിന്റെ പേരൊക്കെ നീ എപ്പോ പഠിച്ചു? അത് ശരി, നിങ്ങളൊക്കെ അകത്ത് വന്ന് പുതച്ചു മൂടി കിടക്ക, ഞാൻ പുറത്ത് ഇങ്ങനെ തണുത്തിരിക്ക. അപ്പൊ ഇപ്പൊ സമയം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൗണ്ടൈനുകളിലല്ലേ, മലകളിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉറങ്ങേണ്ട സമയം ഒരുപാട് കഴിഞ്ഞു. അവര് നേരത്തെ ഉറങ്ങും, 7 മണിയൊക്കെ ആകുമ്പത്തിന് ഉറങ്ങും. ഇപ്പൊ നമ്മളിവിടെ ജീവിക്കല്ലേ, അപ്പൊ നമ്മളും ഉറങ്ങേണ്ട സമയം. തണുപ്പ് കൂടി വരികയാണ്, വേഗം ഉറങ്ങായിരിക്കും നല്ലത്. പുറത്തിറങ്ങി നടക്കലൊന്നും പ്രാക്ടിക്കൽ അല്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് കാഴ്ചകളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ജസ്റ്റ് ആ വില്ലേജ് ഒന്ന് കറങ്ങാൻ പോയി എന്ന് മാത്രം. നമുക്ക് ഇവിടെ ഉള്ള പരിപാടികളൊക്കെ വരും ദിവസങ്ങളിൽ നടക്കുന്നതാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ സഹകരിച്ചാൽ നടക്കും. എന്താ അപ്പൊ പറഞ്ഞിരുന്നു ഇവിടെ വരുമ്പോ ഹിന്ദി പഠിക്കണം. അപ്പൊ എന്ത് ഹിന്ദിയാ പഠിഞ്ഞ? എന്താ പറഞ്ഞു? ഗുരുജി പഠിഞ്ഞു. പിന്നെ ഇവിടെ ഒരു സാറുണ്ടല്ലോ, സാറിന്റെ ഗുരുജി എന്ന് പറഞ്ഞു. പിന്നെ ടണ്ടി പറഞ്ഞ എന്താ? വെരി ചൂടിന് എന്താ പറയാ? അപ്പൊ ഗർമി ആ കുറച്ച് ദിവസം കൊണ്ട് പഠിക്കണം കേട്ടോ ഹിന്ദി. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെന്താ ആദി അപ്പു മനസ്സിലായത് ഈ വില്ലേജ് വീട്ടിൽ നടന്നപ്പോ? നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ ജീവിതവും ഇതും കമ്പയർ ചെയ്യുമ്പോ എന്താ തോന്നിയത് ഇന്നലെ? മീൻസ് ഇന്ന് നടന്നപ്പോ? സോറി, എന്താ തോന്നിയത് ഇന്ന് നടന്നപ്പോ? ഇത് കൂടെ ഒക്കെ വില്ലേജ് കണ്ടിട്ട് എന്താ തോന്നി? ഇവിടെ ഇവരുടെയൊക്കെ ഭക്ഷണ രീതി എന്നൊക്കെ പറഞ്ഞാല് ഒരുപാട് കാര്യങ്ങളിൽ ഒരു മിനിമലാണ്. നിങ്ങളിപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞില്ല, ഇന്ന് നമുക്ക് ബ്രോസ്റ്റ് വാങ്ങാം, ഇന്ന് നമുക്ക് കുഴിമന്തി എന്നൊക്കെ പറഞ്ഞ പരിപാടി. ഇവർക്ക് അതൊന്നുമില്ല, അറിയോ? ഇവര് നോൺ വെജ് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാവും, മട്ടൺ ചിക്കനൊക്കെ വല്ലപ്പോഴൊക്കെ ഉണ്ടാവും. അതല്ലാതെ സാധാരണഗതിയിൽ അവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചുറ്റുപാടിൽ അവർ കൃഷി ചെയ്യുന്ന കിഴങ്ങ്, ഉള്ളി, ക്യാരറ്റ്, ഈ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് കറി ഉണ്ടാക്കും, പരിപ്പ് കറി വെക്കും, പിന്നെ ചപ്പാത്തി ഉണ്ടാക്കും, ആലു പൊറാട്ട,
ഈ കിഴങ്ങൊക്കെ ഇട്ടിട്ട് ചപ്പാത്തിന്റെ ഒക്കെ സംഭവം ഉണ്ടാക്കും. ഇതൊക്കെ ലളിതമായ ഭക്ഷണമാണ്. എല്ലാം മൊത്തത്തിൽ ലളിതമായ ജീവിതം. ലളിതമായ ജീവിതം, ഡ്രസ്സിംഗ് ആണെങ്കിലും ഒക്കെ അവരെന്നെ. നമ്മൾ സിനിമക്ക് പോകും, നമുക്ക് ഓരോ എന്റർടൈൻമെന്റ് പരിപാടികളൊക്കെ ഉണ്ട്. ഇവർക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അവരുടെ കൃഷി കാര്യങ്ങൾ നോക്കുക. കുട്ടികൾ കളിക്കണ പോലും കണ്ടില്ല അല്ലെ. കളിക്കാനായിട്ട് സ്ഥലമൊന്നും ഇല്ല. ചെറിയ കുട്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കേണ്ടതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമ്മളെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ എല്ലാരും കൂടെ ഇറങ്ങി ഭയങ്കര കളി, അങ്ങനത്തെ ഒരു സംഭവം ഒന്നും കണ്ടില്ല കേട്ടോ. ഞാൻ അറിയില്ല എന്താണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവർക്ക് അധികം അസുഖങ്ങളൊന്നും വരില്ല തോന്നുന്നു കേട്ടോ. ഇവിടെ ക്ലിനിക്കോ ഡോക്ടർമാരോ ഒന്നും ഇല്ല ഈ വില്ലേജിലില്ല. ഇവർക്ക് എനിക്ക് മിക്കവാറും ഈ ബുന്ദർ വരെയൊക്കെ പോവേണ്ടി വരും എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലൊക്കെ കിട്ടണമെങ്കിൽ. ഇവരുടെ ജീവിത രീതി കൊണ്ട് തന്നെ ആയിരിക്കും അസുഖങ്ങളൊന്നും കാര്യമായിട്ട് വരുന്നുണ്ടായിരിക്കില്ല. അതുപോലത്തെ ഒരു അന്തരീക്ഷമാണല്ലോ ചുറ്റുപാടാണെങ്കിലൊക്കെ ഭയങ്കര. ഒട്ടും പൊല്യൂട്ടഡ് അല്ല, ഒന്നും പൊല്യൂട്ടഡ് അല്ല, ഭയങ്കര ഫ്രഷ് ആണ്. അതിൻ്റെയൊക്കെ ആയിട്ടുള്ളൊരു ഗുണങ്ങൾ അവർക്ക് ഉണ്ടാവും, അവരുടെ ബോഡിയിലൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും രസകരമായിരുന്നു വില്ലേജുകളിൽ നടന്നത്. നമ്മൾ ഇങ്ങനത്തെ മുമ്പും പല വില്ലേജും കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഹെലൻ വില്ലേജിൽ പോയിട്ടുണ്ട്. അത് വേറെ റൂട്ടിനാണ്. ഇങ്ങനെ ഹിമാചൽ പ്രദേശിൽ ഇങ്ങനത്തെ ഒരുപാട് ഞങ്ങൾക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. മീൻസ് കഴിഞ്ഞ പ്രാവശ്യം മണാലിയിൽ വന്നപ്പോഴും ജസ്റ്റ് പോയിരുന്നു, എന്നാലും കുറച്ചും കൂടി ഒന്ന് അടുത്തറിയാൻ പറ്റി ഇവിടെ വന്നപ്പോ തോന്നുന്നു എനിക്ക്. ഈ ഒരു യാത്ര പ്ലാൻ ചെയ്ത് തന്നെ ഇവർക്കൊക്കെ, പ്രത്യേകിച്ച് അപ്പൂനും ആദിക്കും കൂടി ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത് പോലെ അല്ലാതെ മറ്റു പല രീതിയിലും ആളുകൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ, എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി തന്നെയാണ് കേട്ടോ. എന്താണ് രസല്ലേ? ബോറടിച്ച നമുക്ക് പോവാം. ഫുള്ള് ഇറങ്ങി നടക്കുക, കാണണം എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട്, ഒബ്സർവ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ബാക്കി എന്താ പരിപാടി വെച്ചാൽ നോക്കണം. ഉറങ്ങട്ടെ. നേരത്തെ ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് നേരത്തെ എണീക്കാൻ പറ്റും അല്ലേ? കണക്കായിരിക്കും എണീക്കലൊക്കെ, നല്ല തണുപ്പാണ്. അപ്പൊ ഓക്കെ, ബൈ.